നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രമാണം പണയം വെച്ച ഞാൻ തുക കൈപ്പറ്റിയിരിക്കുന്നത്. അക്കാര്യം പ്രകാശേട്ടനെ അറിയരുത്. പ്രകാശ് വിവരം അറിയില്ല. പ്രകാശ് എന്നല്ല, വേറെ ആരും അറിയില്ല. താങ്ക് യു. അവന്റെ അച്ഛന്റെ ഒറിജിനൽ ആധാരമാ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് വെച്ച് ഈ കാദർ ഒരു കളി കളിക്കും. അങ്ങനെ തറക്കല്ലടിയിലിന്റെ മുഹൂർത്തം കുറിച്ച് കിട്ടി. ഇനി തിരുമേനി പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനം കെട്ടണം. അതിനും പണം വേണം. വന്ദനെ, ലോണിന്റെ കാര്യം അന്വേഷിക്കാൻ നമുക്ക് ബാങ്കിൽ പോണം. ഞങ്ങൾ ബാങ്കിലേക്കാ. ജഗൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊക്കോളൂ. നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം എനിക്ക്. അതാണ് ഇപ്പൊ എന്റെ ആവശ്യം. ജഗൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ബാങ്കിലേക്കല്ലേ പോകുന്നത്? എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാലോ? നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ കാറിലാ വന്നത്. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് ബാങ്കിലേക്ക് പോകാൻ പോലെ. ഞങ്ങൾക്ക് അതൊരു സഹായമാവും. എങ്കിപ്പാ നമുക്ക് പോവാം. വരൂ. ചന്ദ്രു, ഏതൊരു കാര്യവും തുടങ്ങാനാ പാട്. തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് നടന്നോളൂ. മാധവേട്ടൻ എന്തിനെ കുറിച്ച് ഈ പറയുന്നത്? അമ്മേ, അച്ഛൻ പറയണത് വീടുപണിയുടെ കാര്യം തന്നെ. എന്റെ അച്ഛ എപ്പോഴും ഇങ്ങനെ വീടുപണിയുടെ കാര്യം തന്നെ ഓർത്തിരുന്ന വട്ട് പിടിക്കും. മോളെ, അങ്ങനെ വട്ടുപിടിക്കണമായിരുന്നെങ്കിൽ എന്നേ പിടിച്ചേനെ. അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്നു മുതല് ഈ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. അച്ഛൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അമ്മയ്ക്ക് കൊടുത്ത വാക്കാത്. ആ വാക്ക് പാലിക്കണം. അച്ഛൻ പറഞ്ഞ നേരെ. ഒരു കാര്യം ആഗ്രഹിച്ചാ അത് ഏത് മാർഗത്തിലൂടെ നേടിയെടുക്കണം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഹലോ, എന്തോ സ്വപ്നത്തിലാണെന്ന് തോന്നല്ലോ. അതെ, നല്ലൊരു സ്വപ്നം കണ്ടു. കൊള്ളാം. വണ്ടി ഓടിക്കുന്നതിനിടയിൽ സ്വപ്നം കണ്ടാ പിന്നെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ സ്വപ്നത്തിലേ കാണാൻ പറ്റും. മോനെ, എന്ത് സ്വപ്നമായിരുന്നു നീ കണ്ടത്? അത് അമ്മേ, ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.